അതാ വരുന്നു വരുന്നു വരുന്നു. ഒന്ന് വിചാരിച്ചാണെങ്കിൽ അത്യാവശ്യം ഡാമേജ് ഉണ്ട്. രണ്ട് ഓടി ഓടി വന്നു. പാർലമെന്റ് നോക്കി കൊടുത്ത എനിക്ക് കിട്ടി. വാരി പൊക്കി ഓടി. ഓ സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചൂച്ചു ചാൾസ് പാർട്ട് 2. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ. നമ്മളപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു എഗ്ഗ് എടുത്തായിരുന്നു. ആ ആംബിയൻസ് കണ്ടില്ല, ഏതല്ലേ, നല്ല രസമുണ്ട്. ഇവരാണ് റോക്കറ്റ് ലോഞ്ചർ. ഓക്കെ, ഇതിൻ്റെ പവർ നമ്മളിതുവരെ ടെസ്റ്റ് ചെയ്യില്ല, നമുക്കിതിപ്പോൾ കിട്ടിയതേ ഉള്ളൂ. മുന്നോട്ടേക്ക് പോയി നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്കിനി അടുത്ത് പോകാനായിട്ടുള്ളത് ഈ മൈൻഡിൽ കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു എഗ്ഗ് എടുത്തത്. ഓക്കെ, ഇവിടെ ഒരു വെപ്പൺ മിഷീൻ കാണുന്നുണ്ട്, അത് കളിച്ചു നോക്കാം. ഓക്കെ, നോക്കട്ടെ. അപ്പോൾ പുറത്തുണ്ട മിസൈലുകളൊക്കെ സാധനം നമുക്ക് ഇതിനൊക്കെ ഒരു വെപ്പൺ മിഷീൻ കളിച്ചപ്പോൾ കിട്ടിയതാ. ഇനിയിപ്പോൾ അടുത്ത വെപ്പൺ മിഷീനാണ്. നമുക്കപ്പോൾ ഒരു തോക്കും കൂടെ കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടും വെപ്പൺ മിഷീൻ കളിക്കുമ്പോൾ. അതുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചാൾസിനെ കൊല്ലാൻ പറ്റുമല്ല. ഒരു ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് അകത്തോട്ട് പോകും കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ നമ്മളൊരു എഗ്ഗ് എടുത്തായിരുന്നു, 2-3 മിഷീനൊക്കെ കളിച്ചു, ഏത് വെപ്പൺ മിഷീൻ കളിച്ചു. ഇത്തവണ ഇപ്പോൾ അടുത്ത എഗ്ഗ് എടുക്കാനായിട്ട് അടുത്ത മൈൻ്റെ ചാവി ഇവിടെ ആരുടെ ഉണ്ട്. ഓക്കെ, അത് തേടി പോവാ. അതിന് മുന്നേ ഒരു വെപ്പൺ മിഷീൻ കളിക്കണം, അപ്പോൾ ഒരു തോക്കും കൂടെ കിട്ടും. അപ്പോൾ ഒരു ഹൊറർ ഫീലുണ്ട്, നല്ല രസമുണ്ട്. അവിടെ സ്ക്രാപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് സ്ക്രാപ്പ് ഉണ്ട്. സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2-3 സ്ക്രാപ്പ് ഉണ്ട്. റിവേഴ്സിലാ വരട്ടെ. സ്ക്രാപ്പ് കണ്ടാൽ നമ്മൾ വിടുവോ? സ്ക്രാപ്പല്ലേ മെയിൻ. അവിടെ ഞാൻ 2 സ്ക്രാപ്പ് ഉണ്ടായിരുന്നു. 2 സ്ക്രാപ്പ് അത്ര ചെറിയ കാര്യമല്ല. ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാനോ സ്പീഡ് കൂട്ടാനൊക്കെ സ്ക്രാപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇല്ലേ ചാൾസ് ഒന്ന് അടിക്കുമ്പോൾ പെട്ടെന്ന് ലൈഫ് പറയും ട്രെയിനിൻ്റെ. ഈ ഭാഗത്ത് അവിടെ ഒരു സ്ക്രാപ്പ് ഇടക്കണ്ടായിരുന്നു. 2 നോക്കണം മോനെ, ഒരാളും ഇല്ല. 3 സൗണ്ട് മാത്രം. 3 സ്ക്രാപ്പ്. ഇത് ബോണസ് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. താഴോട്ടൊക്കെ നോക്കി. നൈസ്. ഒരാളനക്കും ഇല്ല. ഒരു ഹൊറർ ഫീൽ ഉണ്ട്. പക്ഷെ അങ്ങനെ പേടിക്കുമെന്ന് ചോദിച്ചാൽ ചാൾസ് വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഹാർട്ട് അടി കൂടാറുണ്ട്. ചാൾസ് വരുമ്പോൾ ഷൂന്നൊരു സൗണ്ട് കേൾക്കും. അല്ലാതെ വലിയ പേടിയൊന്നുമില്ല. ഇവിടെ ഇനിയിപ്പോൾ എത്ര 100-150 മീറ്റർ ഉണ്ട്. നമ്മളവിടെ എത്തിയിട്ടുണ്ട് മിഷൻ കളിക്കുന്ന സ്ഥലത്ത്. ഇവിടെ ഒരു സ്ക്രാപ്പ് കണ്ടിട്ട് തോന്നി, അവിടെ ഇല്ല. ഓട്ടെ, ഈ വീട്ടിനകത്താണ് ഉള്ളത്. നോക്കിയോ വേലിയൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. ആദ്യം അമ്മാമ്മയുടെ നീക്കി, ഞാൻ സ്ക്രാപ്പ് എടുക്കട്ടെ. സ്ക്രാപ്പ് മുക്കിയെങ്കിലേ പിന്നെ പറയാം. അപ്പൊ അമ്മാമ്മ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, അമ്മാമ്മയുടെ ഹസ്ബൻഡ് ഇപ്പൊ മരിച്ചു. ഈ പണ്ട് ചാൾസിന്റെ കൈ കൊണ്ട് തന്നെ മരിച്ചത് കണ്ടാണ്. നമ്മളെക്കാളും പുലിയാണെന്നാണ് അമ്മാമ്മ പറയുന്നത്. അമ്മാമ്മയ്ക്ക് നമ്മളെ കുറിച്ച് കറക്റ്റ് അറിയാത്തോണ്ടാ. അപ്പം ആ അമ്മാമ്മയുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഏതൊരു വെപ്പൺ ഇവിടെയുള്ള ഏതൊരു ക്യാമ്പിലങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവിടെ കയറിയ വെപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാൾസിനെ കൊല്ലാൻ ഇത് ഉപകരിക്കുന്ന പറയുന്നത്. ഇവിടെയാണ് ആ വെപ്പൺ ഉള്ളത്. പക്ഷെ ഇവിടെ ആൾക്കാരെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇത്ര പേരെ ഉണ്ടെന്നറിയില്ല. നമ്മൾ ഫസ്റ്റ് എഗ് എടുക്കുക. ഒരുത്തരവിടെ ചത്തു. ഒന്നല്ല കേട്ടോ, 2 പേരെ കണ്ടുണ്ടാവും. അപ്പം നമ്മൾ കഴിഞ്ഞ അവിടെ എഗ് എടുക്കാൻ പോയപ്പോൾ ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം രക്ഷപ്പെട്ടു. കുഴപ്പമില്ല. ഇവിടെ ചാൾസ് വരുന്നൊരു സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ വണ്ടി ഇപ്പോൾ കുറച്ച് ഒതുക്കി നിർത്തിയേക്കോട്ടാ. അതൊക്കെ കാരണം ട്രെയിൻ അതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് സൗണ്ട് ഇട്ടിട്ട് അവന്മാർ വരുന്നുണ്ട്. ചൂടടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? വിസിലടിക്കുന്ന ആളുണ്ട്. അടുത്തിനെ ഉള്ളൂ തോന്നുന്നു. ഒരുത്തിനെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് എടുക്കാം. കയ്യിൽ തോക്കൊന്നുമില്ല, ട്രെയിൻ വെച്ച് വെടിവെച്ചാലേ പറ്റുള്ളൂ. ഈ ഡോറ് ലോക്കാണ്. ചാവി ഇവിടെ എവിടെയെങ്കിലും കാണും. കാണാതെ പമ്മിപ്പം പോട്ടോ. ഇവനാണ് നമ്മൾ നേരത്തെ മിസൈൽ ഇട്ടപ്പോൾ ചത്തവൻ, ഓർമ്മണ്ട? കിടക്ക് നോക്കിയേ. ഇതൊക്കെയാണ് വില്ലൻ. കോമഡി ആയിട്ടുണ്ടല്ലേ. പിന്നെ സ്ക്രാപ്പ് കുഴപ്പമില്ല, പുറത്തിറങ്ങിയ സ്ക്രാപ്പ് ഉണ്ട്. സൗണ്ട് കേട്ടാ. അതാണ് ഈ ചാൾസ് വരുമ്പോൾ ഉള്ള സൗണ്ട്. ചൂന്ന് കേൾക്കുന്നുണ്ടാ. പെട്ടെന്ന് ട്രെയിനിൽ കയറിക്കും. പെട്ടെന്ന് ട്രെയിനിൽ കയറിയാൽ പറ്റത്തില്ല. അതിനകത്ത് മാത്രമേ നമുക്ക് തോക്കുള്ളൂ. പുറത്ത് നിർത്തി ഫൈറ്റ് എടുക്കാൻ പറ്റില്ല. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ സാധനം ബാക്കിൽ കൂടെ വരും. അപ്പോൾ മാത്രമേ നമുക്ക് കിട്ടും. വണ്ടി എടുത്തോ. കൂടെ ഐ എം റെഡി. ചാൾസ് വരുന്നതിനിടയിൽ ആ കൊച്ചുള്ള റെഡി കാണുന്നത്. എവിടെ ഹൊറർ ഫീൽ ഇപ്പോഴുണ്ടേ. അവന്മാരെവിടെ കാണുന്നില്ലല്ലോ. അതാ വന്ന് സൗണ്ട് കേൾക്കുന്നു. എവിടെ പോയി? ഓക്ക് പിടിച്ചു. 1 സാധനം 2 വിഷയം കളിക്കാനിടല്ലോ. പാട്ടമുണ്ടോ കിട്ടിയടാ. വാലി നോക്കി ഓടി പോലെ നിൽക്കും. വാ എടാ, നമ്മള് വിചാരിച്ച കണക്കല്ല. ഈ മിസൈൽ എന്ന് പറഞ്ഞ സാധനം തീ മറ്റേ സാധാരണ 2 മിനിറ്റോളം ഫൈറ്റ് നടക്കാറുണ്ട്. ഇതിപ്പോൾ ഈ മിസൈൽ ഇട്ടപ്പോൾ ആകെ 3 ഷോട്ട് ഉണ്ടപ്പോഴേക്കും അവൻ പൊക്കളഞ്ഞു. നോക്കി ചാൾസിനെ കൊന്നു. ഇനി നമുക്ക് അവിടെ പോയിട്ട് അവന്മാരെ വെടിവെച്ചു അല്ല. എല്ലാവരും ഇവിടെ ബ്രേക്ക് എടുത്തേ. നേരെ ഇതിനെ കണ്ട് ഓടും. മാസല്ലേ ദൂരെ നിർത്തം വരുന്നുണ്ട്. കുട്ടി ചാൾസ് ചാവൻ വെടിയുള്ളൂ.
ഷോർട്ട് ഗണ്ണൊക്കെ ഉണ്ടാണ് അവൻ്റെ ആരെങ്കിലുണ്ടോ ആരെങ്കിലുണ്ടോന്ന് ഒന്ന് 2 3 പേരെ നമ്മളിപ്പോൾ തീർത്തില്ലേ 3 പേരെ ഉള്ളപ്പോൾ ഇവിടെ അപ്പോൾ വന്ന ചാൾസിന് വയറിറച്ച് കൊടുത്ത് ഇവിടെ മാസല്ലേ അങ്ങോട്ട് വണ്ടി കയറ്റിയിട്ട് അവന്മാരെ വെടിവെച്ചാൽ കൊന്നു ഇനിയിപ്പോൾ ഇവിടെ ടെൻഷൻ അടിക്കാൻ ഒളിച്ചും പാത്തും പോകേണ്ട കാര്യമൊന്നുമില്ല അകത്തോട്ട് കയറുക നമുക്ക് വേണ്ട സാധനമൊക്കെ എടുക്കുക വീടിനകത്ത് നോക്കി ഇതൊക്കെ ഇവന്മാരൊക്കെ ആരടാ മാനസിക രോഗികളാണോ മാനന്തവാടിയിൽ അത് ആനന്ദവാടിയിലെയോ അത് നോക്കിയേ എന്തൊക്കെയോ ഒരുമാതിരി ബ്ലഡൊക്കെ പറയണ്ട ഓരോ ഫേസ് മാസ്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ കൂടെ ചെക്ക് ചെയ്യുള്ളൂ ബാക്കി മൊത്തവും ഞാൻ മൊത്തം അരിച്ച് പറക്കി പഞ്ചായത്ത് മൊത്തം ഒന്നും കിട്ടിയില്ല അത് സ്ക്രാപ്പ് ഇങ്ങനെയുള്ള മൂലക്കൊക്കെ സ്ക്രാപ്പ് ഉണ്ടാവും കൊള്ളാം ഗെയിം എനിക്കിഷ്ടമായി ഓക്കെ മൂലയ്ക്ക് സ്ക്രാപ്പില്ല ഇതൊന്നുമില്ലല്ലോ ഇതൊക്കെ ക്ലീൻ ബെഡ് കേട്ടോ ഇവിടുന്ന് നമുക്കൊരു ചാവി ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു ഡോർ നമ്മൾ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ചാവി ഇവിടെ കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ ഡോറിലായിരിക്കണം നമുക്ക് വേണ്ട സാധനം ഉള്ളത് ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതിൻ്റെ ചാവി ഇട്ടിട്ടുണ്ട് തുറക്കാനുള്ള ഇവിടെ കണ്ടാണ് ഇത് തന്നെ വീട് യെസ് അപ്പോൾ നമ്മൾ തുറന്നു ഇതാണ് സാധനം ഇതെന്താ വെൽഡിങ്ങിനുള്ള പൈപ്പോ ഓട്ടോമാറ്റിക്കാ നമുക്കെന്തോ കിട്ടിയിട്ടുണ്ട് അതെന്തോ അത് എന്തോ വെപ്പൺ തന്നെയാണ് കേട്ടോ തോക്കായിരിക്കും മിക്കവാറും നോക്കട്ടെ ഇവിടെ എവിടെ ഉണ്ടോ അത് യെസ് ദാ കിടക്കുന്നത് പവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ 3 പവർ നമ്മളതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പവറുള്ള റോക്കറ്റ് ലോഞ്ചറിനാണ് അതിനകത്ത് 5 ഉണ്ട് ഇതിന് 3 ഉള്ളൂ പക്ഷെ റേഞ്ച് കൂടുതലുണ്ട് ഫയർ റേറ്റും കൂടുതലുണ്ട് ഓക്കെ റോക്കറ്റ് ലോഞ്ചറിനൊക്കെ റേഞ്ച് കൂടുതലുണ്ട് നമുക്ക് അതിൻ്റെ പവർ കൂടി ഇനി ടെസ്റ്റ് ചെയ്യണം അതിന് മുന്നേ ഇവിടെ ഒരു മെയിൻ മിഷൻ വന്നിട്ടുണ്ട് അതൊന്ന് കളിച്ച് നോക്കാം ഒരു വെപ്പൺ മിഷൻ കളിച്ച് അടുത്ത മെയിൻ മിഷൻ കളിക്കേട്ടാ ഇവിടെ എന്താണോ പരിപാടി ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ചാൾസ് ആണെന്നൊരു പേടിയുണ്ട് കേട്ടോ അത് കളിക്കണം ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ആ സമയത്തൊരു ഫീല് വരും ഇപ്പോൾ കാരണം ട്രെയിനിൽ നിന്ന് ഇറങ്ങി നിൽക്കണം ട്രെയിനകത്താകുമ്പോൾ വലിയ ടെൻഷനില്ല ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു ടെൻഷനാണ് ഇവിടെ നിന്ന് ഇവിടെ ഇല്ല പുറത്തുണ്ടോ ആരോ പോയാണൊക്കെ തോന്നി പുറത്തുകൂടി ഇപ്പം ആ സത്യമായിട്ട് ഞാൻ ആ സ്ക്രാപ്പ് എടുക്കാൻ വന്നതല്ല സത്യം മണ്ടേ കയറി ഇപ്പോൾ അവനെ തന്നെ നോക്കാം വേറെ വഴിയൊന്നുമില്ല ഞാൻ നിൽക്കുന്നുണ്ടാ മൈക്രോസ്കോപ്പ് കൊണ്ടല്ലോ കയ്യിൽ അപ്പൊ ചെറുക്കൻ എന്താ പറഞ്ഞ വെച്ചാൽ ഇവിടെ കാണുന്ന ഈ പാലത്തില് ഇവിടെ ഉള്ള ഏറ്റവും നീളം കൂടിയതും വീതി കൂടിയ പാലം കണ്ട് ഇതാണ് അല്ല വീക്കായിട്ടുള്ള പാലം കണ്ട് ഇതാണ് പിന്നെ അത് ബോംബ് വെച്ച് കഴിഞ്ഞാല് അത് ചാൾസ് വരുമ്പോ അവൻ ആ ബോംബ് പൊട്ടിച്ചോളാന്നാണ് പറയുന്നത് ഓക്കെ ചാൾസ് ഇതുവഴി തന്നെ പോണല്ലോ ട്രെയിൻ ആണല്ലോ എന്ന് വെച്ചാൽ 8 കാലിക്ക് ഉണ്ടാക്കിയ സാധനം ചാടിച്ചടിയൊക്കെ വരും എന്നാലും ഈ പാലത്തിൽ കൂടെ ചാടിപ്പോകും അതാണ് അതിന്റെ ലോജിക്ക് ഈ പാലത്തിൽ കൂടെ പോയേ പറ്റൂ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ പാലത്തിലൊക്കെ ബോംബ് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ബോംബ് പൊട്ടിക്കാന്നാണ് പറയുന്നത് ഈ ബോംബൊക്കെ അവന് വെക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം 8 ബോംബ് വെക്കണം നമ്മളിപ്പോൾ 2 ബോംബ് വെച്ചു ഇവിടെ 3 ഇവിടെ കൂടെ വയ്ക്കാം 4 ഇവിടെ 5 ബോംബ് വെച്ചിട്ടുണ്ട് 6 സോറി ഞാൻ അറിയാതെ എൻ്റെ മൈക്ക് പോയി ആ സമയത്ത് അതിൻ്റെ ചെറിയൊരു അകലാലപ്പ് വരുന്നുണ്ട് 7 ലാസ്റ്റ് ഒരു ബോംബ് കൂടെ വെച്ചാൽ മതി പരിപാടി തീർന്നു 8 അങ്ങനെ 8 ബോംബ് വെച്ച് കഴിഞ്ഞു ഇനി പോയിട്ട് അവനെ കാണാനാണ് പറയുന്നത് ഓക്കെ ആംബിയൻസ് ഒക്കെ നൈസ് സ്ഥലം ഏതാണ് മുനിസിപ്പൽ ബിൽഡിംഗ് ശരി മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ് ഈ കാണുന്ന പഴയ കൊട്ടാരം ഹായ് ഞാൻ വെച്ചു അതായത് ഉത്തമ അവൻ അത് തന്നെയാണ് പിന്നെയും പറയാനുള്ളത് ചാൾസ് അതുവഴി പോകുമ്പോൾ അവൻ ആ ബിൽഡിങ്ങിൽ ഇരിക്കുന്ന ബോംബൊക്കെ പൊട്ടിക്കും അപ്പൊ ചാൾസ് തെറിച്ചു പോകുന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുത്ത മിഷൻ അവിടെ ഉണ്ട് അത് നോക്കാം അപ്പൊ ഇപ്പൊ കണ്ടവൻ നമുക്കൊരു ചാവി വന്നിട്ടുണ്ട് അതൊരു മൈൻ്റെ ചാവിയാണ് അപ്പൊ നമ്മളിപ്പോ പോകുന്ന മൈനകത്ത് ഒരു എഗ്ഗും കൂടെ ഉണ്ടെന്നാ പറയുന്നത് ആ എഗ്ഗും എടുത്തിട്ട് ഒരു എഗ്ഗും കൂടി എടുത്തിട്ട് ഒരു അമ്പലത്തിൽ കൊണ്ടുവച്ചാൽ ഇവിടെ കണ്ടാണ് ആ മൈൻ ഇവിടെയാണ് നേരത്തെ ഒരു മിഷൻ ഓപ്പൺ ആയത് ഓക്കെ അത് അവിടെ ഓക്കെ അപ്പൊ നമ്മുടെ ആയിട്ട് അടുത്തുള്ളത് ഇത് തന്നെയാണ് ചാൾസ് വരുന്നു ബാക്കടി പൊട്ടെ വാടാ മോനെ പുതിയ തോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഞാനിങ്ങനെ കാത്തിരിക്കരുത് പുതിയ തോക്ക് ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഒന്നുമില്ല ആ എഗ്ഗ് എടുത്ത് ആ എഗ്ഗ് കൊണ്ട് എടുക്കണം അവിടെ ഇതിനേക്കാളും കുറച്ചുകൂടി സെക്യൂരിറ്റി ഉണ്ടാവും അപ്പൊ നമുക്കത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും എവിടെ പോയി കാണുന്നില്ലല്ലോ വരുന്നു കാണുന്നില്ല ഓ അതാ കാണുന്നുണ്ടാ ഓടിക്കോ ഇത് കുറയുന്നില്ലല്ലോ ഇത് കൊണ്ടിട്ട് ചേട്ടാ ഇവിടെ ഇത് വലിയ ഡാമേജ് ഒന്നും ഇല്ല ഇതിനേക്കാളും ഡാമേജ് ഉണ്ടായിരുന്നു
രക്തമൊക്കെ തെറിക്കുന്നുണ്ട്. ഇത് വലിയ ഡാമേജ് ഇല്ല. പോയോ? എടാ തോ പിന്നെയും വരുന്നു. പൊട്ടിക്ക്. എന്റെ അമ്മാമ്മയുടെ കെട്ടിയോന്റെ തോക്കാണിത്. കൊള്ളത്തില്ല. ഇതിനേക്കാൾ എന്ത് കിടില് വരുന്നത് നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ. ചാൾസ് പോയി. ഇനിയിപ്പോൾ നമുക്ക് റിവേഴ്സ് ഇട്ടാം. അവിടെ മിഷനെ കടന്നുപോയി. നോക്കി ട്രെയിനിന്റെ ഹെൽത്ത് മൊത്തം തീർന്നു. അടിച്ച് കൊന്നു ചാൾസ്. കുറച്ച് ആർമറ കൂട്ടട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ലൈഫ് കുറയും. ഇനി ഒന്നും കൂട്ടാൻ ലേഡി സ്ക്രാപ്പ് ഉണ്ടല്ലോ. ഓക്കെ, കുറച്ച് സ്പീഡ് കൂടെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു തോക്ക് ഇത് വെറുതെയാണ് ഈ തോക്ക്. നോക്കി, ഞാൻ വിചാരിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ നല്ല പവർ ഉണ്ടാവും. പക്ഷെ വെടി വെച്ചിട്ട് അങ്ങനെ കുറഞ്ഞൊന്നുമില്ല. നമുക്ക് ഇത് മാറ്റിയിട്ട് നമ്മൾ റോക്കറ്റ് ലോഞ്ചർ തന്നെ ആക്കാം. ഇതാകുമ്പോൾ 3 റോക്കറ്റ് ലോഞ്ചർ ഇട്ടപ്പോൾ ആകെ 50% ഹെൽത്തേ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 100% ഹെൽത്ത് കുറഞ്ഞിട്ടാണ് ചാൻസ് പോയത്. ഓക്കെ, നമ്മൾ മിഷൻ്റെ കുറച്ച് കടന്നു പോയിട്ടുണ്ട്. മിഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തല്ല, ഇവിടെ തന്നെ. ഓക്കെ, ഇവിടെയാണ് മിഷൻ വരുന്നത്. അതായത് ഇവിടെ അടുത്ത് മൈനുണ്ട്. ഈ മൈനിൽ കുറച്ച് ടൈറ്റ് സെക്യൂരിറ്റി ആണ്. ഇതിനകത്ത് കയറിയിട്ട് ഒരു എഗ് കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു എഗ് കൂടെ എടുത്തിട്ട് അമ്പലത്തിൽ കൊണ്ടുവച്ചാൽ ചാൾസുമായിട്ടുള്ള ഫൈനൽ ഫൈറ്റിന് നമ്മൾ റെഡി ആവണം. ട്രെയിനിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ടാ ഉള്ളത്. ഈ സമയത്തൊക്കെ ചാൾസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. അവന്മാരെ കൊല്ലണ്ട, ഞാൻ തന്നെ ചാടിച്ചാവുന്നാണ് തോന്നുന്നത്. ഓക്കെ, അവിടെ പോയി. ചാവി നമ്മുടെ കയ്യിലുണ്ട്, മറ്റോ തന്നിട്ടുണ്ട് തുറന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുവരെ സീ യു.